രാവിലെ ഞാൻ എണീച്ചിട്ട് നേരെ അടിച്ചു വരാനാട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ഞാൻ മാത്രമല്ല എണീറ്റിട്ടുള്ളത്. ഉപ്പ രാവിലെ എണീറ്റ് പിന്നെ കുടിയൊക്കെ കഴിഞ്ഞ് കടയിലോട്ട് പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വരാൻ നിന്നിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ചൂടോടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാണ് കേട്ടോ. നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട് എന്തായാലും ഫുഡൊന്നും ആക്കണ്ട, രാവിലത്തെ ഫുഡ് സിമ്പിളാണ്. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് മാവ്. അങ്ങനെ ഞാൻ നേരെ അടിച്ചു വാരി പിന്നെ അകടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മുറ്റമൊക്കെ അടിച്ചു വാരി കഴിഞ്ഞ് അകത്ത് വന്നപ്പോൾ മോൻ കുറേ കളി സാധനങ്ങളൊക്കെ വലിച്ചിട്ടിരുന്നു ഇന്നലെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി എടുത്ത് വെച്ച് ആകെ ഇനി പുറത്തിറങ്ങാത്ത 2 ബെഡന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ വീട്ടിൽ. അതായത് 2 വണ്ടികൾ, ബാക്കി 4 പുറത്താണ് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ പകത്ത് കളിക്കാൻ. അപ്പോൾ വേഗം അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. പിന്നെ തുണി മടക്കിയൊക്കെയാണ് എനിക്ക് ഏറ്റവും മടി, അങ്ങോട്ട് വേഗം കുറച്ചുള്ളൂ, അങ്ങോട്ട് വേഗം തുണിയൊക്കെ മടക്കി വെച്ചിട്ടോ. ഇന്നലെ അലക്കിയിട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് മടക്കി വെച്ചില്ലെങ്കിൽ ഇന്നത്തെ കൂടിയാൽ കൂടുതലാവും. അതുകൊണ്ട് ഇന്നലത്തെ വേഗം മടക്കി വെക്കാൻ കേട്ടോ. മടക്കിയിട്ട് എടുത്തൊന്നും വെച്ചില്ല, അവിടെ തന്നെ വെച്ചു. പിന്നെ വേഗം അടിച്ചു വാരിയിട്ടു. അതിന് ശേഷം വേഗം വെള്ളപ്പം ചൂടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പിൻ്റെ അസുഖങ്ങളും കൊണ്ട് വേഗം വെള്ളപ്പൊക്കെ ചുട്ട് വേഗം ചായ കുടിക്കാൻ നിന്നിട്ടോ. വെള്ളപ്പവും മുട്ടക്കറിയായിരുന്നു ചായക്ക് കറി. അങ്ങനെ വേഗം വെള്ളപ്പവും ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞ് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വേഗം മാറ്റി ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിലൊരു ടെസ്റ്റ് ഉണ്ട്. കല്യാണത്തിന് പോകാൻ വേണ്ടി മാറ്റിയിട്ട് കല്യാണത്തിന് പോകാതെ വേറെ സ്ഥലത്തോട്ട് പോയൊരു പിന്നെ കഥയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കയും മോനും കൂടി കല്യാണത്തിന് പോകാൻ വേണ്ടി പോവാണേ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇക്കാൻ്റെ മനസ്സ് മാറി. കാരണം കല്യാണപ്പേരയിൽ ഭയങ്കര തിരക്ക്. അതുകൊണ്ട് ഈ തിരക്കുള്ള സ്ഥലത്തൊന്നും പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ വഴിയിലെത്തിയപ്പോൾ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ കുറച്ച് ദൂരമായതുകൊണ്ടും സണ്ണിൻ്റെ കിസ് ഭയങ്കരമായിട്ട് മുഖത്തടിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 സൺഗ്ലാസസ് വാങ്ങി. നമ്മൾ വാങ്ങിയ സൺഗ്ലാസസിന് കണക്കും കഴിയില്ല, കാരണം അത്രക്കും വാങ്ങിയിട്ടുണ്ട്. സ്കൂട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ പോകുമ്പോൾ വണ്ടിയിൽ വെക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുപോകും. അപ്പം നമ്മൾ വഴിയിൽ നിന്ന് ഒരു സൺഗ്ലാസ് വാങ്ങി. അങ്ങനെ സൺഗ്ലാസ് ഇട്ടപ്പോൾ ഞങ്ങൾ സെറ്റായി. പിന്നെ കണ്ണിക്കൊന്നും അടിക്കില്ലല്ലോ. അപ്പോൾ നോക്കും മോനെ സ്കൈ ഒക്കെ ഏതാ ലുക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ നമ്മൾ ആകാശമൊക്കെ കാണാൻ. ഇപ്പോൾ വൈകുന്നേരം മഴയാണ്, അപ്പോൾ രാവിലെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ.